വാട്സ്ആപ്പ് ഗായ്സ് എവരിവൺ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് കാർട്ട് വീൽ ചെയ്യാന്നുള്ളതാണ്. അതിന് മുന്നായിട്ടൊരു കാര്യം പറയട്ടെ, നമ്മുടെ ബാക്ക് ഫ്ലിപ്പിന്റെ വീഡിയോ അത്യാവശ്യം നല്ലൊരു റീച്ചിലെത്തി. ഏകദേശം 27,000 ഓൺവേർഡ്സ് വ്യൂസ് കഴിഞ്ഞു. അപ്പോൾ അത് എത്താൻ സഹായിച്ച എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അത് ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക, ബാക്ക് ഫ്ലിപ്പ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാർട്ട് വീലാണ്. കാർട്ട് വീൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് കാർട്ട് വീൽ ആണുള്ളത്. ഒന്ന് ബേസിക് കാർട്ട് വീൽ, ഒന്ന് വൺ ഹാൻഡ് കാർട്ട് വീൽ, പിന്നെ ഒന്ന് കാർട്ട് വീൽ എയർ, അതായത് ഏരിയൽ ഫ്ലിപ്പ്. നമുക്കറിയാം, കൊച്ചു പിള്ളേരോട് വരെ ചോദിച്ചു കഴിഞ്ഞാൽ ഈസിലി കാണിക്കാൻ പറ്റുന്ന ഒരു തരം ഫ്ലിപ്പാണ് കാർട്ട് വീൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാർട്ട് വീൽ അറിയാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏരിയൽ ഫ്ലിപ്പിന് ഉപകാരമായ ഡ്രിൽസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് ഇതിലുള്ള ഡ്രിൽസ് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ലേൺ ടു ഏരിയൽ ഫ്ലിപ്പ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ നമുക്ക് കാർട്ട് വീലിന് ഒരു ബേസിക് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യമായിട്ട് കിക്ക് ഓഫ് ദ ലെഗ് ആൻഡ് ഹാൻഡ് ഇൻ ഫ്ലോർ, ഹാൻഡ് സ്റ്റാൻഡ്, ദെൻ ലാൻഡിങ്. ഇങ്ങനെ 4 പ്രൊസീജിയേഴ്സ് ആണ് നമ്മുടെ കാർട്ട് വീൽ ഫ്ലിപ്പിന് വരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചെറിയ എക്സസൈസും കുറച്ച് സ്ട്രെച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് എടുക്കുന്നില്ല, ചെറുത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം, കാല് എത്രത്തോളം വൈഡ് ആക്കുന്നു അത്രത്തോളം നിങ്ങളെ കാർട്ട് വീൽ കാണാൻ ഭയങ്കര വൃത്തിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആദ്യം ലെഗിനുള്ള എക്സസൈസ് തുടങ്ങാം. നമ്മൾ ഇതിന് മുന്നേയും ഒരുപാട് വീഡിയോയിൽ ചെയ്ത എക്സസൈസ് തന്നെയാണ് സൈഡ് സിറ്റപ്പ് എന്ന് പറയുന്നത്. കാല് ലെഗ് കുറച്ചുകൂടെ വൈഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായി തുടങ്ങാം. സൈഡ് സിറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 1 2 ഇത് നമ്മൾ 5 ഈച്ച് സൈഡിലേക്ക് ചെയ്യുക, മൊത്തം 10 കൗണ്ട്. അതേപോലെ തന്നെ അടുത്ത നമ്മൾ ചെയ്യുന്ന സമയത്ത് കൈ ഫ്ലോറിലേക്ക് വെക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പാർട്ടിന്, ഈ കാലിനും നമുക്ക് കുറച്ച് സ്ട്രെച്ചിങ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് കാല് കുറച്ച് വൈഡാക്കി വെച്ചിട്ട് കൈ പൊക്കി വെച്ചിട്ട് നമ്മുടെ മൂക്ക് ഇവിടെ നമ്മുടെ മുട്ടുകാലിന് ടച്ച് ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ 2 മുട്ടുകാലും വളയ്ക്കാതെ സൂക്ഷിക്കാം. എന്നാൽ മാത്രമേ നമ്മുടെ കാല് സ്ട്രെച്ച് ആയിട്ട് വരുള്ളൂ. സോ 1 2 3 4 ഇത് ഈച്ച് സൈഡ് 5 വെച്ചിട്ട് നിങ്ങൾക്കൊരു 10 തവണ ചെയ്യാവുന്നതാണ്. ഇത് ഓൾമോസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കാലിൻ്റെ ഞരമ്പുകളൊക്കെ ഒന്ന് വലിഞ്ഞു കിട്ടും. പിന്നെ ഇത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നന്നായിട്ട് വാമപ്പ് ചെയ്യുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമുക്ക് അടുത്തൊരു എക്സസൈസും കൂടെ ഉണ്ട്. അത് കിക്ക് ഓഫിന് വേണ്ടിയിട്ടുള്ളതാണ്. കിക്ക് ഓഫിൻ്റെ ആ ഒരു എക്സസൈസ് നമ്മൾ ഫ്രണ്ട് ആൻഡ് സ്പ്രിങ്ങിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരികയാണ്. നമ്മൾ കിക്ക് ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാല് നമ്മൾ ഇതുപോലെ, ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്ന കാലിൻ്റെ ഒരിക്കലും മുട്ട് വളയ്ക്കാതിരിക്കുക. പിന്നെ ഈ കാല് മാക്സിമം ബാക്കോട്ട് കിക്ക് ഓഫ് ചെയ്യുക. എത്രത്തോളം നിങ്ങൾക്ക് കിക്ക് ഓഫ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചെയ്യുക. അത് നിങ്ങളെ ഫ്ലിപ്പിൻ്റെ സ്പീഡിനെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. ഈ എക്സസൈസ് ഒരു 10 ടൈംസ് ചെയ്യുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ബേസിക് കാർട്ട് വീൽ ആണെന്നുണ്ടെങ്കിൽ ഈ എക്സസൈസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏത് കുട്ടികൾക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മറിച്ച് നമ്മളൊരു വൺ ഹാൻഡ് കാർട്ട് വീലോ അല്ലെങ്കിൽ ഏരിയൽ ഫ്ലിപ്പാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ എക്സസൈസ് ഗുണപ്രദമായേക്കാം. ഇനി നമുക്ക് നേരെ കാർട്ട് വീലിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കറിയാം, ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ 2 കൈയും ഒരുമിച്ചാണ് ഫ്ലോറിൽ ലാൻഡ് ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ കാല് കിക്ക് ഓഫ് ചെയ്യും. അതുപോലെ തന്നെ കാർട്ട് വീലിൻ്റെ സമയത്ത് നമ്മൾ ഈ ഹാൻഡ് സ്റ്റാൻഡ് ജസ്റ്റ് സൈഡിലേക്ക് ചെയ്യാം. അതായത് സൈഡിലേക്ക് 2 കൈ ഒരുമിച്ച് കുത്താതെ ഫസ്റ്റ് ഏത് സൈഡാണോ നിങ്ങൾ ചെയ്യുന്നത് ആ സൈഡിലുള്ള കൈ വെച്ചതിന് ശേഷം തൊട്ടടുത്ത കൈ വെച്ചതിന് ശേഷം നമ്മൾ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ലപോലെ കിക്ക് ഓഫും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്പുറത്ത് നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്യും. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കാണിച്ചെന്ന പോലെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ഫ്ലിപ്പാണിത്. ഇനി ഇതിനും നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ, അതായത് ഇതും അറിയാത്ത എത്രയോ ആൾക്കാർ നമുക്കിടയിലുണ്ട്, ഇതിന് ഒരു പേടി മാറാനായിട്ടുള്ള ടിപ്പ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലെ ജസ്റ്റ് മുട്ട് മടക്കി വെച്ചിട്ട് കൈ ഇവിടെ കുത്തിയതിന് ശേഷം നമ്മൾ കാല് ജസ്റ്റ് കിക്ക് ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി നോക്കുക. ജസ്റ്റ് നിങ്ങളെ പേടി മാറ്റാനായിട്ട് വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതുപോലെ കൈ വെക്കുക, ജസ്റ്റ് കാലെടുത്ത് എറിഞ്ഞു നോക്കുക. എറിഞ്ഞിട്ട് നിങ്ങളെ പേടി ഒന്ന് മാറ്റിയതിന് ശേഷം നിങ്ങൾ സ്പീഡായിട്ട് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം നിങ്ങളെ പതിയെ നിങ്ങളെ കാലിൻ്റെ മുട്ടുകാല് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നൂർത്തി വെക്കാനായിട്ട് പഠിക്കുക. ഹാൻഡ് സ്റ്റാൻഡ് ചെയ്ത് നല്ല രീതിയിൽ ബോഡി വളയാതെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക.
പിന്നെ ഒരിക്കലും കാല് രണ്ടും അടുത്ത് വരരുത്. കാല് മാക്സിമം വൈഡ് ആവുന്നതോടുകൂടി നിങ്ങളുടെ കാർട്ട് വീല് കാണാനായിട്ട് ഭയങ്കര വൃത്തിയായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ കാർട്ട് വീല് നിങ്ങൾ വൃത്തിയായിട്ട് സ്പീഡായിട്ട് ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് വൺ ഹാൻഡ് എടുക്കാനായിട്ട് പറ്റും. ഞാനിതിന് പ്രത്യേകിച്ച് ട്യൂട്ടോറിയലൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിനും പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാർട്ട് വീലിൻ്റെ പേടി മാറ്റാനായിട്ട് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ മുട്ടുകാലൊക്കെ മടക്കി ഒരു ബേസിക് ആയിട്ടുള്ള ഒരാൾ ബിഗിനർ ചെയ്യും പോലെ വൺ ഹാൻഡ് വെച്ചതിന് ശേഷം, അതായത് ജസ്റ്റ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേടി മാറാനായിട്ട് പറ്റും. ഇത് നിങ്ങൾ ചെയ്ത് ഈ പേടി മാറിയതിനു ശേഷം നിങ്ങൾ സ്പീഡായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഏതാണ്ട് വളരെ സിമ്പിളായിട്ട് ഇതേപോലെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഗൈസ്, നിങ്ങൾ വീഡിയോ നോക്കി 2 ഫ്ലിപ്പും സേഫായിട്ട് ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഞെക്കി ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ താഴെ നിങ്ങൾ കമൻസ് ഒക്കെ കുറിച്ചോ. സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.